ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല തിന്നായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടി. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഇത്രയും ഐറ്റംസ് മാത്രമേ എടുക്കണുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ കട്ട തൈര് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മുമ്പ് ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരും അത് ആവശ്യമുള്ളവരും അതൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും ഞാൻ കൊടുത്തിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് തൈരാണ് ഉള്ളതെങ്കിൽ അധികം പുളി ഇല്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ മയോനൈസ് ആണ്. അപ്പോൾ മയോനൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഈ വീഡിയോയുടെ അവസാനവും ഞാൻ കൊടുത്തിരിക്കാം. അത് കണ്ടിട്ടില്ലാത്തവരും അത് ആവശ്യമുള്ളവരും അതൊന്ന് കണ്ടേക്കണം. ഇപ്പോൾ 1/4 കപ്പ് അളവിലാണ് മയോനൈസ് എടുത്തിട്ടുള്ളത്. നമുക്ക് മയോനൈസിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ്. ഈ വെജിറ്റബിൾസിൻ്റെ മാത്രമുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ മയോനൈസിൽ ഉപ്പുള്ളതാണ്. അതിൻ്റെ പേരിൽ അധികം ആവരുത്. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യണം. ഞാനിപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 2 ചെറിയ മീഡിയം സൈസ് ബ്രെഡാണ്. നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വലിയ ബ്രെഡും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബ്രെഡ് നമുക്ക് ഏതാണോ ഇഷ്ടം അതെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു ബ്രെഡിലേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് സ്ലൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ചീസ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ചീസേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങ് ഒഴിവാക്കാം. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്കതങ്ങ് സ്കിപ്പ് ചെയ്യാം. അടുത്ത ബ്രെഡിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ട് ആകുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം വെക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് എടുത്ത് ഒന്ന് കവർ ചെയ്ത് വെക്കാം. എന്തെങ്കിലും ചെറിയൊരു സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് അതൊന്ന് പ്രസ്സായിട്ടിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബാക്കി ഫില്ലിങ് വെച്ചിട്ട് തയ്യാറാക്കി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ 2 സാൻഡ്വിച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, നമുക്ക് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമേ ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. ഒരു പാനിലേക്ക് ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു സാൻഡ്വിച്ചാണിത്. ബ്രെഡ് ഇരിക്കുന്ന അത്രയും ഭാഗത്ത് മാത്രം ഒന്ന് പൊട്ടി കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതും പോയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ അടിയിൽ വരുന്ന ഈ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചീസ് വെച്ചില്ലേ, അത് വേണം നമ്മൾ ഫസ്റ്റ് വെക്കാനായിട്ട്. കാരണം ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് വരേണ്ടതാണ്. അതിൻ്റെ പേരിൽ ആ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് കറക്റ്റായിട്ട് വെക്കേണ്ടത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുറന്നു വെച്ചിട്ടായാലും ഓക്കെയാണ്. ഇപ്പം ഞാൻ എന്തായാലും ഇത് അടച്ച് വെക്കുന്നില്ല. പിന്നെ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ടൈമിൽ കുറച്ച് ബട്ടർ നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് പൊട്ടി കൊടുക്കണം. ഓക്കെ, ഈ ടൈമിൽ കുറച്ച് ബട്ടർ നമുക്ക് ഇതിന് മുകളിലായിട്ടും പൊട്ടി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് മുകളിലായിട്ട്.
നന്നായിട്ട് പ്രസ് ചെയ്യരുത്, എങ്കിൽ പിന്നെ അതിനുള്ളിലെ ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ പുറത്ത് വരും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റായിട്ട് മാത്രമേ കളർ ചേഞ്ച് ആയിട്ടുള്ളൂ. നമുക്ക് എത്രത്തോളം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ടോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ട് വേണോ അതിനനുസരിച്ചിട്ട് അത്രയും സമയം നമ്മൾ വെച്ചിരുന്നാൽ മതിയാവും. നിങ്ങൾക്കറിയാലോ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ എത്ര സമയം വേണമെന്ന്, അത്രയേ ഉള്ളൂ. ആ ചെറിയ ചൂട് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞു, നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാൻഡ്വിച്ച് നമ്മൾ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടു നോക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.